ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 4-ലെ എവല്യൂഷനിലെ ഫോസിൽസ് അഥവാ ജീവാശ്മങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. പോകാം വീഡിയോയിലേക്ക്. എന്താണ് ഫോസിലുകൾ അഥവാ ജീവാശ്മങ്ങൾ? ഒരു കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ യുഗത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവയുടെ അടയാളങ്ങളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഫോസിലുകളെ പറ്റിയുള്ള പഠനത്തിനെ പാലിയന്റോളജി എന്നാണ് അറിയുന്നത്. പാലിയന്റോളജി ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. ഒരു ഫോസിലിനാകാൻ വേണ്ട ഒരു പഴക്കം എന്ന് പറയുന്നത് മിനിമം 10,000 വർഷമാണ്. 10,000 വർഷം മിനിമം പഴക്കമുള്ള വസ്തുക്കളെ നമ്മൾ ഫോസിലുകൾ എന്നറിയപ്പെടുന്നു. ടൈപ്സ് ഓഫ് ഫോസിൽസ്, വിവിധ തരം ഫോസിലുകൾ. ഒന്നാമത്തെ ടൈപ്പാണ് ശരീര ജീവാശ്മങ്ങൾ അഥവാ ബോഡി ഫോസിൽസ്. മണ്ണിനടിയിലോ മറ്റു അവശിഷ്ടങ്ങൾക്കിടയിലോ പെട്ടുപോയ ജീവജാലങ്ങളുടെ ശരീരത്തിന്റെ അവശിഷ്ട ഭാഗങ്ങൾ, അതായത് ഷെല്ലുകളാകാം, പല്ലുകളാകാം, അല്ലെങ്കിൽ അസ്ഥികളാകാം, അല്ലെങ്കിൽ നഖങ്ങളാകാം, അല്ലെങ്കിൽ മീനുകളാണെങ്കിൽ അവന്റെ, അല്ലെങ്കിൽ റെപ്റ്റൈൽസ് ആണെങ്കിൽ അവരുടെ ചെതുമ്പലുകളാകാം, സ്കെയിൽസ് ആകാം, അല്ലെങ്കിൽ കൈറ്റിൻ പുറന്തോടുകളാകാം. വണ്ടിന്റെയൊക്കെ ബോഡിയുടെ കവറിങ് നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണല്ലോ, ആ തോട്, ആ കൈറ്റിൻ തോടുകളാകാം. ഇങ്ങനെ ജീവികളുടെ കഠിന ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇവയാണ് ശരീര ജീവാശ്മങ്ങൾ അഥവാ ബോഡി ഫോസിൽസ് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളുണ്ടായിരുന്ന ദിനോസറിന്റെ അസ്ഥിയെ കിട്ടാറുണ്ടല്ലോ, മണ്ണിനടിയിൽ നിന്ന് അസ്ഥി മാത്രം ഇങ്ങനെ അതേ ഷേപ്പിൽ അസ്ഥിയായിട്ട് ഇരിക്കുന്നതൊക്കെ ബോഡി ഫോസിൽസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഉപഫോസിലുകൾ അഥവാ സബ് ഫോസിൽസ്. പാറകളിലോ ഗുഹകളിലോ അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളിലോ സംരക്ഷിക്കപ്പെട്ട മൃഗങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളാണ് സബ് ഫോസിൽസ് എന്ന് പറയുന്നത്. പാറകളിൽ അല്ലെങ്കിൽ ഗുഹകളിൽ അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളിലെ ചെളികളിൽ പെട്ടുപോയി വർഷങ്ങളോളം അതിൽ പെട്ടുപോയ ഫോസിലുകൾ, അത് മൃഗങ്ങളുടെ ആകാം, അത് സസ്യങ്ങളുടെ ആകാം, ആ ഫോസിലുകളെയാണ് സബ് ഫോസിൽസ് എന്നറിയപ്പെടുന്നത്. മൈക്രോ ഫോസിൽ, പേര് തന്നെ ഉണ്ട്, സൂക്ഷ്മ ജീവികളുടെ ഫോസിൽസിനെയാണ് മൈക്രോ ഫോസിൽസ് എന്നറിയപ്പെടുന്നത്. മാക്രോ ഫോസിൽ, അപ്പൊ എന്തായിരിക്കും, വലിയ ജീവജാലങ്ങളുടെ ഫോസിലുകളെ മാക്രോ ഫോസിൽസ് എന്നും അറിയപ്പെടാറ്. കോപ്രോലൈറ്റുകൾ, മൃഗങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ, കാഷ്ടങ്ങളുടെ ഫോസിലുകളെയാണ് കോപ്രോലൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ബയോക്ലാസ്റ്റുകൾ, സെഡിമെന്റുകളാൽ പുതിയപ്പെട്ടവ. സെഡിമെന്ററി റോക്സിനകത്ത് അവശിഷ്ടങ്ങൾ ചേർന്നുകൊണ്ട് അവസാദ ശിലകൾ പഠിച്ചിട്ടില്ല, അവസാദ ശിലകൾ ഉണ്ടാകുന്നത്, ആ അവശിഷ്ടങ്ങൾ ചേർന്നുണ്ടാകുന്ന അതിനിടയിൽ രൂപപ്പെടുന്ന ഫോസിലുകളെയാണ് ബയോക്ലാസ്റ്റുകൾ എന്ന് പറയുന്നത്. കീമോ ഫോസിലുകൾ, അതായത് നേരിട്ട് കാണാൻ കഴിയാത്തതും ജൈവരാസ സിഗ്നലുകൾ ഉപയോഗിച്ച് മാത്രം കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ഫോസിലുകളാണ് കീമോ ഫോസിൽ. നേരിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, ജൈവ രാസ സിഗ്നലുകൾ ഉപയോഗിച്ച് മാത്രം കാണാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പാറകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ജൈവ സംയുക്തങ്ങളായ പ്രോട്ടീനുകളൊക്കെ കീമോ ഫോസിലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. യഥാർത്ഥ അവശിഷ്ട ഫോസിലുകൾ, ആക്ച്വൽ റിമൈൻസ്, അതായത് മൃഗങ്ങളുടെ മൃദു ശരീരഭാഗങ്ങൾ മഞ്ഞിലോ ഐസ് കട്ടകളിലോ പൊതിഞ്ഞ് കാണപ്പെടുന്നതിനാണ് യഥാർത്ഥ അവശിഷ്ട ഫോസിൽ നടക്കുന്നത്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള പാട്ട് നശിക്കാതെ മഞ്ഞിലോ ഐസ് പാളുകളിലൊക്കെ സംരക്ഷിക്കപ്പെട്ട അതേപോലെ തന്നെ കിട്ടുന്ന അവസരം, അധികം നശിച്ചു പോവാതെ കിട്ടുന്ന ഫോസിലുകളെയാണ് യഥാർത്ഥ അവശിഷ്ട ഫോസിൽ എന്നറിയപ്പെടുന്നത്. ഉദാഹരണം, സൈബീരിയയിൽ ലഭിച്ച ഊളി മാമത്തുകൾ. ഊളി മാമത്ത് ആ മഞ്ഞുമലകളിൽ നിന്ന് കിട്ടുമ്പോൾ അതിന്റെ ശരീരഭാഗങ്ങൾ അതുപോലെ തന്നെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അതുപോലെ ആ മൃദുഭാഗങ്ങൾ അവശേഷിക്കുന്ന ഫോസിലുകളെയാണ് യഥാർത്ഥ അവശിഷ്ട ഫോസിൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ ആംബർ എന്ന സംയുക്തത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഉറുമ്പുകളൊക്കെ ആംബറിൽ പെട്ടുപോയാൽ അത് ആ ഉറുമ്പുകൾ അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. പെട്രിഫൈഡ് ഫോസിലുകൾ, ശരീരഭാഗങ്ങൾക്ക് പകരം ധാതുകൾ കൊണ്ട് രൂപം കൊള്ളുന്നവയാണ് ഇത്തരം ഫോസിലുകൾ. പെട്രിഫൈഡ് ഫോസിൽ എന്ന് പറയുമ്പോൾ ശരീരഭാഗങ്ങൾക്ക് പകരം അത് മറ്റേതെങ്കിലും മിനറൽസ് വന്ന് അടിഞ്ഞുകൂടി ആ ഒരു ജീവിയുടെ ഷേപ്പിൽ ഉണ്ടായി വരും. അത്തരം ഫോസിലുകളെയാണ് പെട്രിഫൈഡ് ഫോസിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് സിലിക്ക, കാൽഷ്യം കാർബണേറ്റുകൾ, അല്ലെങ്കിൽ അയൺ പൈറേറ്റുകൾ, സൾഫേറ്റുകൾ, ഡോളമൈറ്റുകൾ, ജിപ്സം പോലുള്ളവ അടിഞ്ഞുകൂടി ഏതെങ്കിലും മൃഗത്തിന്റെ അല്ലെങ്കിൽ ഫോസിലിന്റെ ആ ഷേപ്പില്, അവരുടെ ശരീരഭാഗങ്ങളെല്ലാം ദ്രവിച്ചു പോവുകയും ആ ഭാഗത്തിന് പകരം അതേ ഷേപ്പില് ധാതുക്കൾ നിറഞ്ഞിരിക്കുന്ന ഫോസിലുകളാണ് പെട്രിഫൈഡ് ഫോസിൽ എന്ന് അറിയപ്പെടുന്നത്. മൗൾഡുകൾ, ചെളിക്കുള്ളിൽ ഒരു അറയിൽ രൂപം, അതായത് ചെളികൾ ചേർന്ന് അതിൻ്റെ അറ ഉണ്ടാകുകയും ഈ അറയ്ക്കുള്ളിൽ പെട്ടുപോകുമ്പോൾ മോൾഡ് പോലെ, നമ്മളിപ്പോ പല സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള മോൾഡ് അച്ചെന്ന പോലെ അതുപോലെ ഒരു അറയ്ക്കുള്ളിൽ, ചെളിയിൽ ഉണ്ടാകുന്ന ഒരു അറയ്ക്കുള്ളിൽ രൂപപ്പെടുന്ന ഫോസിലുകളാണ് മോൾഡുകൾ എന്നറിയപ്പെടുന്നത്. കാസ്റ്റുകൾ, ഒരു ലവണം നിറഞ്ഞ അറയ്ക്കുള്ളിൽ രൂപപ്പെടുന്ന ഫോസിലുകളായിരിക്കും. അതായത് ഏതെങ്കിലും ലവണം കൊണ്ട് നിറഞ്ഞ അറയ്ക്കുള്ളിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, കൊച്ചിന്റെ തോടില്
ലവണങ്ങൾ അടഞ്ഞുണ്ടാകുന്നത്. അതായത് ഒച്ചിന്റെ തോടെടുക്കുമ്പോൾ അതിന്റെ ശരീരഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ട് ആ തോടിനുള്ളിൽ ഏതെങ്കിലും ലവണങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന ഫോസിലുകളെയാണ് കാസ്റ്റുകൾ എന്ന് പറയുന്നത്. ട്രാക്ക് ആൻഡ് ട്രെയിൽ. ട്രാക്ക് എന്ന് പറയുന്നത് ഫുട് പ്രിന്റുകൾ. ഏതെങ്കിലും മൃഗങ്ങളുടെ ഫുട് പ്രിന്റ് നമുക്ക് കിട്ടുക ഫോസിലായിട്ട് കിട്ടുകയാണെങ്കിൽ ട്രാക്കും. ട്രെയിൽ എന്ന് പറയുന്നത് മൃദുവായ അവശിഷ്ടങ്ങൾ, സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി പാർട്സ്. അങ്ങനെ അവരുടെ ബോഡി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിന്റെ ഫലമായിട്ട്, ഇഴയുന്നതിന്റെ ഫലമായിട്ട്, ക്രോളിംഗ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കിട്ടുന്ന സോഫ്റ്റ് പാർട്ടിന്റെയൊക്കെ അവശിഷ്ടങ്ങളിൽ ചേർത്താണ് ട്രാക്ക് ആൻഡ് ട്രെയിൽ എന്ന് പറയുന്നത്. ഇംപ്രഷൻസ് അഥവാ അടയാള ഫോസിലുകൾ അല്ലെങ്കിൽ ട്രേസ് ഫോസിൽ എന്ന് പറയും. ചെളികളിൽ ഇലകളുടെ പതിപ്പ് ഉണ്ടാകുന്നു. ഇപ്പം സസ്യങ്ങളാണെങ്കിൽ ഇല ഒരു ഇല മണ്ണിൽ വീഴാണെങ്കിൽ ചെളിയിൽ വീഴാണെങ്കിൽ ആ ചെളിയിൽ ആ ഇലയുടെ പതിപ്പ് ഉണ്ടാവും. നമുക്ക് ആ ചെളി കിട്ടുമ്പോൾ ഇല കാണില്ല, ഇലയുടെ ഷേപ്പിൽ ഒരു നമ്മൾ ട്രേസ് ചെയ്ത് വരച്ചെടുക്കുന്നത് പോലെ കാണുന്ന ഫോസിലുകളെയാണ് ഇംപ്രഷൻസ് അല്ലെങ്കിൽ അടയാള ഫോസിൽ അല്ലെങ്കിൽ ട്രേസ് ഫോസിൽ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ മൃഗങ്ങളുടെയും കിട്ടും. മൃഗങ്ങൾ നടന്നു പോകുന്ന ആ കാൽപ്പാട് മണ്ണിൽ പതിഞ്ഞാൽ ആ മണ്ണ് അതുപോലെ സംരക്ഷിക്കപ്പെട്ട് ഭാവിയിൽ ഒരു ഫോസിലായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഇംപ്രഷൻസിന് എക്സാമ്പിൾ ആണ്. കാൽപ്പാടുകളും നടന്നു പോകുന്നതിന്റെ പാതകളും ഒക്കെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇന്ന് ഭൂമുഖത്തിൽ ലഭ്യമായിട്ടുള്ള പല സസ്യ ഫോസിലുടെയും എണ്ണം എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇംപ്രഷൻ. കഴിഞ്ഞ HSI പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഭൂമുഖത്തിൽ ലഭ്യമായിട്ടുള്ള സസ്യ ഫോസിൽ കൂടുതൽ എണ്ണം കാണപ്പെടുന്ന ഫോസിൽസ് ഏത്? ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ട്രേസ് ഫോസിൽ അല്ലെങ്കിൽ ഇംപ്രഷൻസ് ആയിരുന്നു. അപ്പൊ ഇംപ്രഷൻസ് ആണ് കറക്റ്റ് ആൻസർ. സസ്യങ്ങളുടെ ഫോസിൽസ് കൂടുതൽ, അതുപോലെ മൃഗങ്ങളുടെയും ഏറ്റവും കൂടുതൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഇതുപോലെ ഇംപ്രഷൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇൻക്രസ്റ്റേഷൻ, ശരീരഭാഗങ്ങൾ മണൽ കൊണ്ട് നിറയുന്നതാണ് ഇൻക്രസ്റ്റേഷൻ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് ആയിരിക്കില്ല, ബോഡി കംപ്രസ്ഡ് അല്ലാതെ മണൽ കൊണ്ട് നിറഞ്ഞായിരിക്കും കാണപ്പെടുന്നത്. ആംബേഴ്സ് റെസിൻ വസ്തുക്കൾ കൊണ്ടായിരിക്കും ഇത് രൂപം ചെയ്ത് പ്ലാന്റ്സിന്റെ ആംബർ അല്ലെങ്കിൽ റെസിൻ വസ്തുക്കൾ അടിഞ്ഞുകൂടി അതുകൂടെ കൊണ്ട് ചേർന്നിട്ടായിരിക്കും ഇത്തരം ഫോസിൽസ് ഉണ്ടാകുന്നത്. ഒരു ഫോസിലിന്റെ കാലപ്പഴക്കം എങ്ങനെ നിർണ്ണയിക്കാം? ചില സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഫോസിലുകളുടെയും പാറകളുടെയും പുരാവസ്തുക്കളുടെയും കാലപ്പഴക്കം എത്ര വർഷം പഴക്കമുണ്ടെന്ന് നിർണ്ണയിക്കാൻ പറ്റും. അവയുടെ ആവേശിക കാലപ്പഴക്കമോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാലപ്പഴക്കമോ നമുക്ക് വെച്ച് കണ്ടുപിടിക്കാൻ കഴിയും. ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കുന്ന പ്രധാന രണ്ട് വിദ്യകളാണ് ആപേക്ഷിക ഡേറ്റിംഗ് അഥവാ റിലേറ്റീവ് ഡേറ്റിംഗും സമ്പൂർണ്ണ ഡേറ്റിംഗ് അഥവാ അബ്സല്യൂട്ട് ഡേറ്റിംഗ്. ഈ രണ്ട് മെത്തേഡിലൂടെ നമുക്ക് ഫോസിലുകളുടെ അല്ലെങ്കിൽ പാറകളുടെ അല്ലെങ്കിൽ പുരാവസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാം. അതിൽ ഒന്നാമതാണ് ആപേക്ഷിക ഡേറ്റിംഗ് അഥവാ റിലേറ്റീവ് ഡേറ്റിംഗ്. ഒരു ഫോസിലിന്റെ പഴക്കത്തെ മറ്റു ഫോസിലുകളുടെയോ ശിലാപാളുകളുടെയോ പഴക്കവുമായി താരതമ്യം ചെയ്യുന്ന രീതിയാണ് ആപേക്ഷിക ഡേറ്റിംഗ്. അപ്പൊ നമുക്കൊരു ഫോസിൽ കിട്ടിയാൽ ഇതേ പഴക്കത്തിലുള്ള മറ്റേതെങ്കിലും ഫോസിലോ അല്ലെങ്കിൽ ശിലാപാടുകയോ അത് വെച്ച് താരതമ്യം കമ്പയർ ചെയ്യുന്ന രീതിയാണ് ആപേക്ഷിക ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു 7 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് സ്ട്രാറ്റിഗ്രാഫി എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് എന്താണ്? സ്ട്രാറ്റായിട്ട് കാണുമ്പോൾ ലെയറുകളായിട്ട് കാണപ്പെടുന്നത് അല്ലെ. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രീതിയാണ് ഈ സ്ട്രാറ്റിഗ്രാഫി എന്ന് പറയുന്നത്. സൂപ്പർ പൊസിഷന്റെ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് ചെയ്യുന്നത്. സൂപ്പർ പൊസിഷൻ ചെയ്യുന്നത് ഇപ്പൊ കടലില് ഏതെങ്കിലും ജീവജാലങ്ങൾ ചത്തുപോയാൽ അവരുടെ മുകളിൽ ചെളി വന്ന് അടിഞ്ഞുകൂടും. പിന്നെ അത് അവസാദ സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറും. പിന്നീട് ഉണ്ടാകുന്ന ജീവജാലങ്ങൾ ഇതിന്റെ മുകളിലായിരിക്കും അടിഞ്ഞുകൂടുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ വീണ്ടും ചെളികളും മറ്റും അടിഞ്ഞുകൂടി അത് റോക്കായിട്ട് മാറും. ഇങ്ങനെ ഒരു റോക്കിനുള്ളിൽ ഡിഫറന്റ് പാളികളായിട്ട് കാണപ്പെടുന്നുള്ളൂ. ആ ഒരു പൊസിഷൻ ഏറ്റവും അടിയിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും? ഏറ്റവും ആദ്യം ഉണ്ടായത് ഏറ്റവും അടിയിൽ ഉണ്ടാവുന്നത്, പിന്നീട് ഉണ്ടാകുന്ന ജീവികൾ അതിന്റെ മുകളിലായിട്ട്. ഇപ്പൊ കടലിൽ അടുത്തിട്ടില്ല അടിഞ്ഞുകൂടുന്ന അങ്ങനെ ആയിരിക്കില്ല. ആദ്യം ഉണ്ടായതിൽ അടിഞ്ഞുകൂടും, അതിന്റെ പുറത്ത് ചെളിയും മറ്റ് വസ്തുക്കളൊന്നും അടിഞ്ഞുകൂടും. വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു പാറയായിട്ട് മാറുന്നു. പിന്നീട് ഉണ്ടാകുന്ന ജീവികൾ അതിന്റെ മുകളിലായിരിക്കും അടിഞ്ഞുകൂടുന്നത്. അത് കുറെ നാൾ വീണ്ടും അതിന്റെ പുറത്ത് ചെളിയും മറ്റ് വസ്തുക്കളും അടിഞ്ഞുകൂടുമ്പോൾ അതൊരു ലെയറായിട്ട് മാറി പാറയായിട്ട് മാറുന്നു. അങ്ങനെ ഓരോ ലെയറുകൾ ഫോം ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രാറ്റിഗ്രാഫി ചെയ്യുന്നത്. തടസ്സമില്ലാത്ത അവശിഷ്ട പാറപ്പാളികളിലെ ഏറ്റവും പഴയത് അടിയിലും ഏറ്റവും പുതിയത് മുകളിലായിരിക്കും. അതായത് തടസ്സമില്ലാത്ത ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇങ്ങനെ ലെയർ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും അടിയിലുണ്ടാവുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിരിക്കും, മുകളിലുണ്ടാവുന്നത് ന്യൂ ആയിട്ടുണ്ടായ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഫോസിലുകളായിരിക്കും. ടൈപ്പോളജി രണ്ടാമത്തെ മെത്തേഡാണ് ടൈപ്പോളജി എന്ന് പറയുന്നത്. ഈ രീതിയിൽ പുരാവസ്തുക്കളുടെ അല്ലെങ്കിൽ മൺപാത്രങ്ങളുടെ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ ഒക്കെ ശൈലികളും സവിശേഷ സ്വഭാവങ്ങളും താരതമ്യം ചെയ്ത് അവയുടെ സൃഷ്ടിയുടെ ആപേക്ഷിക ക്രമം സ്ഥാപിച്ചെടുക്കും. അതായത് പുരാവസ്തുക്കൾ കിട്ടിയാൽ അതിൽ കിട്ടുന്ന മൺപാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളൊക്കെ അതിന്റെ ശൈലി, അതിന്റെ സവിശേഷത നോക്കിയിട്ട് ഇത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നതെന്നും ഇതേ കാലഘട്ടത്തിൽപ്പെട്ട മറ്റേതെങ്കിലും പുരാവസ്തുക്കളോട് താരതമ്യം ചെയ്തിട്ട് അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതാണ് ടൈപ്പോളജി എന്ന് പറയുന്നത്. സമാന ശൈലികളുള്ളത് ഒരേ കാലഘട്ടത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഒരേ കാലഘട്ടത്തിൽപ്പെട്ട
വ്യത്യസ്ത പുരാവസ്തുക്കൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ശൈലി ഒന്നാണെങ്കിൽ അത് രണ്ടും ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അടുത്തതാണ് ഫോസിൽ സക്സഷൻ. എന്താണ് സക്സഷൻ? ഒന്നുമില്ലായിരുന്നൊരു സമയത്ത് ഉണ്ടായ ജീവജാലങ്ങളെ റീപ്ലേസ് ചെയ്ത് അടുത്ത ജീവജാലം ഉണ്ടാവുക, പിന്നീട് അത് മൊത്തത്തിൽ ചത്തുപോകുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ക്ലൈമറ്റിൽ പുതിയ ജീവജാലം ഉണ്ടാവുക, അതെല്ലാം നശിച്ചു പോകുമ്പോൾ അടുത്ത ക്ലൈമറ്റിൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ മറ്റു ജീവജാലം ഉണ്ടാവുക. ഇങ്ങനെ റീപ്ലേസ്മെന്റ് ഉള്ള കമ്മ്യൂണിറ്റി ഉണ്ടാവുന്ന പ്രോസസ്സിനാണ് സക്സഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സക്സഷന്റെ ആ ഒരു ഭൗമശാസ്ത്രപരമായിട്ടുള്ള സമയത്തിലൂടെയുള്ള ഫോസിലുകളുടെ ആ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ക്രമം അനുസരിച്ച് ആദ്യം ഉണ്ടായത് പിന്നെ രണ്ടാമതുണ്ട്, അങ്ങനെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷപ്പെട്ടതും അപ്രത്യക്ഷിതമായ രീതിയെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇത്തരം ഫോസിലിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കും. ഫോസിലുകളും അവയുടെ ക്രമവും തിരിച്ചറിയുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് ഇവ കാണപ്പെടുന്ന ശിലാപാളികളുടെ ആപേക്ഷിക പ്രായം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിലൂടെ ആ സമയത്ത് കിട്ടിയ ശിലാപാളികളുടെയും ആ ഫോസിലുടെ കാരണ സ്റ്റഡിയിലൂടെ നമുക്ക് അതിന്റെ പ്രായം കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് സീരിയേഷൻ. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. വ്യത്യസ്ത മൺപാത്ര ശൈലികളുടെ ജനപ്രീതി വിശകലനം ചെയ്യുന്നതിലൂടെ പുരാവസ്തു ഗവേഷകർക്ക് അവയുടെ രൂപത്തിന്റെയും തിരോധാനത്തിന്റെയും ഒരു ക്രമം സൃഷ്ടിക്കുന്നത്. ഇവിടെ ഒരു ക്രമം, ഓരോ ക്രമത്തിലുണ്ടായ മാറ്റമാണ് താരതമ്യ പഠനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മൺപാത്ര ശൈലികളുടെ പലതരം മൺപാത്ര ശൈലികളുടെ ജനപ്രീതി നോക്കാം. ആ ജനപ്രീതി വിശകലനം ചെയ്യുമ്പോൾ ഓരോ മൺപാത്രം ഉണ്ടായ കാലഘട്ടത്തെ കുറിച്ചുള്ള അറിവ് കിട്ടത്തില്ലേ? അങ്ങനെ പുരാവസ്തു ഗവേഷകർക്ക് അവയുടെ രൂപത്തിന്റെ അവ എന്ന് അപ്രത്യക്ഷമായി അതിനെ കുറിച്ചുള്ള ഒരു ക്രമം, ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓർഡറിനെ അടിസ്ഥാനമാക്കിയിട്ട് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതാണ് സീരിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ക്രോസ് കട്ടിംഗ് ബന്ധങ്ങളുടെ നിയമം. ലവ് ക്രോസ് കട്ടിംഗ് റിലേഷൻഷിപ്പ് വേറൊന്നുമല്ല, ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിള്ളൽ നടക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പലതരം വസ്തുക്കൾ അടിഞ്ഞുകൂടി റോക്ക് പോലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അഗ്നിപർവ്വത സ്ഫോടന സ്ഥലത്ത് നിന്നാണെങ്കിൽ ഇനീഷ്യൽ ഫ്ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ പെട്ടുപോകുന്ന ഫോസിൽസ് ഉണ്ടാവും. അങ്ങനെ ഫോസിൽസ് ഉണ്ടാകുമ്പോൾ ചില ഫോസിൽ മുമ്പുണ്ടായിരുന്നോ അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാളി മറ്റൊരു പാളി എന്ത് ചെയ്യും? മുറിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പോകും അല്ലേ? ഒരു വിള്ളൽ ഉണ്ടാവും, പെട്ടെന്ന് സ്ഫോടനം ഉണ്ടാകുമ്പോൾ വിള്ളൽ ഉണ്ടായി. ആ വിള്ളൽ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായ പാളിയേക്കാൾ പ്രായം കുറവായിരിക്കും. ആദ്യം ഉണ്ടായതിന്റെ പുറത്തൊരു വിള്ളൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വിള്ളലിന് കാരണമായ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിങ്ങിന് കാരണമായ അല്ലെങ്കിൽ കടന്നുകയറ്റത്തിന് കാരണമായ പാളി അല്ലെങ്കിൽ ലെയർ എന്ന് പറയുന്നത് പുതിയതും മുറിഞ്ഞു പോകുന്നതിന് വിധേയമാവത് പഴയതുമാണ് കണക്കാക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു ഫോസിൽ പഠനമാണ് ക്രോസ് കട്ടിംഗ് ബന്ധങ്ങളുടെ നിയമം എന്ന് അറിയപ്പെടുന്നത്. ഫ്ലൂറിൻ വിശകലനം, അതായത് ചുറ്റുമുള്ള മണ്ണിൽ നിന്നും അസ്ഥികൾ ആഗിരണം ചെയ്ത ഫ്ലൂറിന്റെ അളവ് പരിശോധിക്കും. അതായത് വസ്തുക്കളുടെ കിട്ടുകയാണെങ്കിൽ ആ ചുറ്റുമുള്ള മണ്ണിൽ നിന്നും അസ്ഥികൾ എത്രത്തോളം ഫ്ലൂറിനെ ആഗിരണം ചെയ്തു, ഫോസിലുകളിൽ ഫ്ലൂറിന്റെ അംശമുണ്ടോ എന്ന് കണക്കാക്കും. മണ്ണിൽ നിന്ന് എത്രത്തോളം ഫ്ലൂറിനെ അബ്സോർബ് ചെയ്തിട്ട് നോക്കാം. ഒരേ സ്ഥലത്ത് സമാനമായ കാലയളവിൽ കുഴിച്ചിട്ടിരിക്കുന്ന അസ്ഥികൾ ഏകദേശം ഒരേ അളവിലായിരിക്കും ഫ്ലൂറിനെ അബ്സോർബ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് കുറേ ഫോസിലുകൾ കിട്ടി, അത് എല്ലാ ഫോസിൽസിന്റെയും അസ്ഥികളുടെ ഒരേ അളവിലാണ് ഫ്ലൂറിൻ കാണുന്നത്. ഇതെല്ലാം ഒരേ സമയത്ത് ഉണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫ്ലൂറിന്റെ അളവ് കുറയുന്നതനുസരിച്ച് നമുക്ക് കാലപ്പഴക്കം കുറഞ്ഞ് വരുന്നതായിട്ട് കണക്കാക്കാൻ പറ്റും. അടുത്തതാണ് പൂമ്പൊടി വിശകലനം അഥവാ പോളൻ അനാലിസിസ്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന മരങ്ങളുടെ പോളൻ ഗ്രെയിൻസ് ഫോസിൽസ് പ്രിസർവ് ചെയ്ത് കാണപ്പെടുന്നതിന് കാരണം ആ പോളൻ ഔട്ടർ ലെയറായ എക്സൈൻ നിർമ്മിച്ചിരിക്കുന്നത് സ്പോറോപൊളിൻ എന്നൊരു കെമിക്കൽ കൊണ്ടാണ്. മറ്റൊരു പ്രത്യേകത, ഇന്ന് അറിയപ്പെടുന്നതിൽ ഏറ്റവും കാഠിന്യമുള്ള നശിക്കാത്ത ഒരു ബയോളജിക്കൽ മെറ്റീരിയലാണ് ഈ സ്പോറോപൊളിൻ. രാസാഗ്നികൾ കൊണ്ടോ ടെമ്പറേച്ചർ കൊണ്ടോ മറ്റ് കെമിക്കൽ സബ്സ്റ്റൻസുകൾ കൊണ്ട് പോലും നശിപ്പിക്കാൻ കഴിയാത്ത ഹാർഡായ കാഠിന്യമുള്ള ഒരു വസ്തുവാണ് സ്പോറോപൊളിൻ. ഇതുകൊണ്ടാണ് പോളൻ ഗ്രെയിന്റെ ഔട്ടർ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻ എന്തുകൊണ്ടാണ് ഫോസിലിൽ പ്രസവിക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി എന്താണ് പൂമ്പൊടി വിശകലനത്തിലൂടെ ഫോസിലുകളുടെ കാലപ്പഴക്കം നമുക്ക് നോക്കാം. അതായത് ഓരോരോ പാളികളായിട്ടായിരിക്കും ഇതെല്ലാം കാണപ്പെടുന്നത്. ആദ്യം ഉണ്ടായ പോളൻ ഗ്രെയിൻ മണ്ണിന്റെ അടിയിൽ കിടക്കും, പിന്നീട് ഉണ്ടാകുന്നത് അടുത്ത ഓരോ ലെയറായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഓരോ പാളിയിലും പോളൻ ഗ്രെയിന്റെ ടൈപ്പിൽ തന്നെ വ്യത്യാസങ്ങൾ കാണും, അതിന്റെ സമൃദ്ധിയിൽ വ്യത്യാസങ്ങൾ കാണും. ഇത് നമുക്ക് വിശകലനം ചെയ്യാം, കമ്പാരിസൺ ചെയ്തിട്ട് അന്നുണ്ടായിരുന്ന പ്ലാന്റ്സിനെ കുറിച്ചും അവയുടെ ക്ലൈമറ്റ് റീജിയനെ കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ഒന്ന് പുനർനിർമ്മിച്ചെടുക്കാം, ഐഡിയയെ പുനർനിർമ്മിക്കാൻ കഴിയും. എന്നിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശിലാപാളികളുടെ പ്രായവുമായിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ പഴക്കം നിർണ്ണയിക്കാൻ പറ്റും. അതാണ് പൂമ്പൊടി വിശകലനം. അപ്പൊ നേരത്തെ പറഞ്ഞതെല്ലാം ആപേക്ഷിക ഡേറ്റിംഗ് ആണ്. അതായത് ഒരു റിലേറ്റീവ് ഡേറ്റിംഗിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഫോസിലിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാം. അപ്പൊ അതിലൂടെ ഒരു ആപേക്ഷികമായിട്ടുള്ള അറിവ് മാത്രം നമുക്ക് കിട്ടാറുണ്ട് അല്ലെ.
എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്ന കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് സമ്പൂർണ്ണ ഡേറ്റിംഗ് അഥവാ അബ്സല്യൂട്ട് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സമ്പൂർണ്ണ ഡേറ്റിംഗിൽ പ്രത്യേകത റേഡിയോമെട്രിക് ഡേറ്റിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് രീതി, പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് രീതി, ലെഡ് രീതി, റുബീഡിയം സ്റ്റോൺഷൻ രീതി, ഫിഷൻ ട്രാക്ക് രീതി. ഇങ്ങനെയുള്ള മോഡേൺ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിന്റെ സഹായത്തോടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനാണ് സമ്പൂർണ്ണ ഡേറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ആദ്യത്തെ മെത്തേഡാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് രീതി എന്ന് പറയുന്നത്. ഇത് റേഡിയോ മെട്രിക് ഡേറ്റിംഗ് സാങ്കേതിക വിദ്യയാണ്. 70,000 വർഷം പഴക്കമുള്ള ഫോസിലുകളുടെ കാലപ്പഴക്കം ഇതുവഴി നിർണ്ണയിക്കുന്നത്. 70,000 വർഷം വരെ പഴക്കമുള്ള ഏതൊരു ഫോസിലിന്റെ കാലപ്പഴക്കം ഇതിലൂടെ നിർണ്ണയിക്കാൻ പറ്റും. അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് വെച്ചാൽ അന്തരീക്ഷത്തിലെ കാർബണിന്റെ അനുപാത സ്ഥിരതയുടെയും റേഡിയോയിറ്റ് കാർബണിന്റെയും ക്ഷയത്തെയും ആശ്രയിച്ചാണ് ചെയ്യുന്നത്. അതായത് 12:14 കാർബണിന്റെ നോർമൽ കാർബണിന്റെയും പിന്നെ അതിന്റെ ഐസോട്ടോപ്പുകളുടെ ആ ഒരു സ്ഥിരതയുടെയും പിന്നെ അതിന്റെ കാർബണിന്റെ ക്ഷയിക്കുക എന്ന് പറയുന്നത് കാർബൺ ഡീകേ ചെയ്യുന്നതിന്റെ കാർബൺ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഡീകേ ചെയ്യുന്നതിന്റെ അനുഭവത്തിലാണ് ഈ ഒരു റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് അസ്ഥിരമായ കാർബൺ 14 എന്നാണ് ഓർത്തിച്ചിരിക്കുന്നത്. കാർബണിന്റെ 14ാമത്തെ ഐസോട്ടോപ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതൊരു അസ്ഥിരമായിട്ടുള്ളത് ഐസോട്ടോപ്പാണ്. കാർബൺ 14 എന്ന് പറഞ്ഞാൽ അസ്ഥിരമായിട്ടുള്ള കാർബണാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന കോസ്മിക് വികിരണങ്ങൾ കൊണ്ടാണ് കാർബൺ 14 ഉത്പാദിപ്പിക്കുന്നത്. എങ്ങനെയാണ് കാർബൺ 14 ഉണ്ടാകുന്നത് വെച്ചാൽ ഭൂമിയിലേക്ക് കോസ്മിക് റേസ് കയറുമ്പോൾ കാർബണിന്റെ 14 ഐസോട്ടോപ്പ് ഉണ്ടാകുന്നു. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നതിനായി കാർബൺ 14 ഉപയോഗിക്കുന്നു. സസ്യങ്ങൾ ഈ കാർബൺ 14 കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുള്ള ഫോട്ടോസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്ലാന്റ്സ് ഈ കാർബൺ 14 അബ്സോർവ് ചെയ്യുന്നുണ്ട്, അതുവഴി ഫോട്ടോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസ് നടക്കുമ്പോൾ ആ ഫുഡ് ഭക്ഷണ ശൃംഖലയിലൂടെ ഫുഡ് ചെയിനിലൂടെ മറ്റ് മൃഗങ്ങളിലേക്ക് എത്തിച്ചേരുമ്പം സസ്യങ്ങളിൽ നിന്നുള്ള കാർബൺ 14 അത് കഴിക്കുന്നവര് മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരും. ഇനി ഈ മൃഗങ്ങളെല്ലാം നശിച്ചു മരണശേഷം ഈ ഐസോട്ടോപ്പ് അടങ്ങിയ കാർബൺ വസ്തുക്കൾ ഫോസിലുകൾ മണ്ണിൽ കിടക്കുന്നു അല്ലെ. ഇത് പിന്നീട് നൈട്രജൻ 14 ആയിട്ട് മാറാൻ തുടങ്ങും. ഈ കാർബൺ 14 ക്ഷയിച്ച് ഡീകേ ചെയ്ത് നൈട്രജൻ 14 ആയിട്ട് മാറും. ഇത് എത്ര സമയം എടുക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡേറ്റിംഗ് മെത്തേഡ് ചെയ്യുന്നത്. അതായത് മരണശേഷം ആകെയുള്ള കാർബൺ 14 പകുതിയും നൈട്രജൻ ആകാനായിട്ട് ഏകദേശം 5730 വർഷം എടുക്കും. ഒരു പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ നശിക്കുകയാണ്, മരിച്ചു പോവുകയാണെങ്കിൽ ആ മരിച്ച ശേഷം അവരുടെ വസ്തുക്കളിലുള്ള കാർബൺ 14 അതിന്റെ പകുതി ഉള്ള കാർബണിന്റെ പകുതി നൈട്രജൻ ആകാനായിട്ട് എത്ര സമയം എടുക്കുന്നു? 5730 വർഷം എടുക്കും. ഇതാണ് കാർബൺ 14 അർത്ഥായുസ് ഹാഫ് ഇയർ നടക്കുന്നത്. അപ്പോൾ നിലവിലിപ്പം ഉണ്ടായിരുന്ന കാർബൺ 14 പകുതിയും 5730 വർഷം കഴിഞ്ഞപ്പോൾ നൈട്രജനായിട്ട് മാറി. ബാക്കി പകുതി ഉണ്ടല്ലോ, അതിന്റെ 4/1 വീണ്ടും 5730 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നൈട്രജനായിട്ട് മാറും. വീണ്ടും ബാക്കിയുള്ളത് അടുത്ത 5730 വർഷം ശേഷം ബാക്കിയുള്ളത് അതിന്റെ 8/1 മാറും. ഇങ്ങനെ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ സമയത്തും എത്രത്തോളം ഫോസിലുകളിലുള്ള കാർബൺ 14 നൈട്രജനായിട്ട് മാറുന്നു, അതിന് എത്രത്തോളം വർഷം എടുക്കുന്നു, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാർബൺ ഡേറ്റിംഗിലൂടെ എന്ത് ചെയ്യുന്നത്? കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഫോസിലുകളുടെ കാർബൺ 14 അനുപാതം അളക്കുന്നത്, അതായത് കാർബണിന്റെ 14 അനുപാതം എത്രത്തോളം ഉണ്ട്, എത്ര ശതമാനം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പറ്റുന്നത്. അപ്പം 8/1 മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കറിയാം 3ാമത്തെ ടേണിലാണ് ഉണ്ടായത്. അപ്പം 5730 കൊണ്ട് എത്ര പ്രാവശ്യം 3 ടേൺ കഴിഞ്ഞിട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അതിന്റെ വർഷം കണക്കാക്കാൻ പറ്റും. ഇത് മുഖേന 70,000-ഓളം വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഫോസിലുകളുടെ പ്രായം കണ്ടെത്താം. ഈ രീതിയിലൂടെ നമുക്ക് 70,000 വർഷം പഴക്കമുള്ള ഫോസിൽ വരെ കണ്ടെത്താൻ പറ്റും. ഈ വിദ്യ ആദ്യമായിട്ട് കണ്ടെത്തിയത് വില്ലാർഡ് ലിപ്പി എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. അടുത്തത് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ്. നേരത്തെ കാർബൺ നൈട്രജൻ ക്ഷയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ കാർബൺ ഡേറ്റിംഗ് ചെയ്തത്, അതേപോലെ പൊട്ടാസ്യം ആർഗണായി മാറുന്നതിന് ക്ഷയിച്ച് ആർഗണായിട്ട് മാറുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡേറ്റിംഗ് രീതി ചെയ്തിരിക്കുന്നത്. ഇവിടെ പൊട്ടാസ്യത്തിന്റെ റേഡിയോ ഐസോട്ടോപ്പായിട്ട് എടുത്തിരിക്കുന്നത് പൊട്ടാസ്യം 40 ആണ്. പൊട്ടാസ്യം 40 ആണ് ഇവിടെ എടുത്തിരിക്കുന്ന ഐസോട്ടോപ്പ്. ഇത് വാതകമായ ആർഗൺ 40 ആയിട്ട് വിഘടിക്കുന്നു. അതിന് എത്ര സമയം എടുക്കുന്നു? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡേറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പൊട്ടാസ്യം 40 അർത്ഥായുസ് എന്ന് പറയുന്നത് 1.3 ബില്യൺ വർഷമാണ്. ഇത് കാർബൺ 14 വളരെ കൂടുതലുമാണ്. ഇതിന്റെ കൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാലപ്പഴക്കത്തിന്റെ കുറഞ്ഞ പരിധി എന്ന് പറയുന്നത് 2,50,000 വർഷമാണ്. 2,50,000 വർഷം പഴക്കമുള്ള
ഫോസിലുകളുടെ കാലപ്പഴക്കം നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ കഴിയും. ജൈവ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാനാണ് ഏറ്റവും കൂടുതൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നതെങ്കിൽ പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത് കൂടുതലും പാറകൾ, ധാതുക്കൾ തുടങ്ങിയ അജൈവ വസ്തുക്കളുടെ പ്രായം കണ്ടെത്തുന്നു. നമ്മൾ റേഡിയോ കാർബൺ ഡേറ്റിംഗിലൂടെ ചെയ്തത് ജീവനുള്ള വസ്തുക്കളുടെ ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ധാതുക്കളുടെ, പാറകളുടെയും മറ്റു ധാതുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഫോസിലുകളുടെ പ്രായം കണ്ടെത്തുന്നതിന് പകരം അതടങ്ങിയ പാറകളുടെ പ്രായം കണ്ടെത്തും. അപ്പൊ അതിനർത്ഥം എന്തായിരിക്കും? ഒരു പാറയുടെ പ്രായം കണ്ടെത്തുന്നു, അപ്പൊ അതിലുള്ള ഫോസിലിന്റെ പ്രായം കൂടെ കണ്ടെത്താൻ പറ്റുമല്ലോ. ഈ ഒരു വിദ്യ ആദ്യമായിട്ട് തുടങ്ങിയത് ജെ തോംസൺ പോലുള്ള നിരവധി ശാസ്ത്രജ്ഞന്മാർ. അടുത്താണ് ലെഡ് രീതി. അതായത് ഫോസിലുമായി ബന്ധപ്പെട്ട പാറകളുടെയും ധാതുക്കളുടെയും പ്രായം നിർണ്ണയിക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ലെഡ് രീതി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ലെഡും യുറേനിയം വെച്ചുള്ള രീതിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. യുറേനിയത്തിന്റെ ഐസോട്ടോപ്പുകളായ 238, 235 പോലുള്ള ഐസോട്ടോപ്പുകൾ ലെഡ് ഐസോട്ടോപ്പുകളായിട്ടും ഹീലിയമായിട്ടും ക്ഷയിക്കാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എത്ര നാളിട്ട് ക്ഷയിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ലെഡ് രീതിയിലൂടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇവിടെ യുറേനിയം ലെഡായിട്ടും അതിന്റെ കൂടെ ഹീലിയമായിട്ട് മാറാൻ എത്ര സമയം എടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥായുസ് എന്ന് പറയുന്നത് 4.51 ബില്യൺ വർഷമാണ്. ഈ രീതി തുടക്കമിട്ടത് ക്ലെയർ കാമറോൺ പാറ്റേഴ്സൺ എന്ന സയന്റിസ്റ്റ് ആണ് ഈ രീതി ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അടുത്തത് റുബീഡിയം സ്ട്രോൺഷ്യം രീതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റുബീഡിയത്തിന്റെ ഐസോട്ടോപ്പ് സ്ട്രോൺഷ്യമായിട്ട് മാറാൻ, ക്ഷയിക്കാൻ എത്ര കാലയളവ് എടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. അതായത് ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് 6 ബില്യൺ വർഷമാണ്. അടുത്തതാണ് ഫിഷൻ ട്രാക്ക് രീതി. ഫിഷൻ ട്രാക്ക് രീതി എന്ന് പറയുന്നത് യുറേനിയം 232 സ്വാഭാവിക ക്ഷയത്തിന്റെ ഫലമായിട്ട് ഏതെങ്കിലും നാശനഷ്ടം ഉണ്ടാവുള്ളൂ, വിള്ളലുകൾ ഉണ്ടാവും. ഈ വിള്ളലുകൾ അല്ലെങ്കിൽ ഫിഷൻ ട്രാക്കുകൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് മറ്റ് സാമ്പിളുകളുടെ പ്രായം കണ്ടെത്തുന്ന രീതിയാണ് ഫിഷൻ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാക്കുകൾ മിക്കവാറും ധാതുക്കളിലോ ഗ്ലാസുകളിലോ അടിഞ്ഞുകൂടി കിടപ്പുണ്ടാവും. ഇങ്ങനെ ഉണ്ടായ ട്രാക്കുകൾ, ആ ട്രാക്കുകൾ എണ്ണുന്നതിലൂടെയും അതിലുള്ള യുറേനിയത്തിന്റെ അളവ് കണക്കാക്കുന്നതിലൂടെയുമാണ് ഫോസിലുകളുടെ പ്രായം കണ്ടുപിടിക്കുന്നത്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫോസിൽ? ഫോസിലുകളുടെ പ്രാധാന്യം എന്താണ്? പരിണാമത്തെ പിന്തുണയ്ക്കുന്നതിൽ ഏറ്റവും ശക്തമായ തെളിവുകൾ നൽകുന്ന ആരാണ്? ഫോസിലുകളാണ്. പിന്നെ അതുപോലെ കരകളുടെ പഴയകാല ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കണ്ടുപിടിക്കാൻ കരപ്പാലങ്ങൾ, കടലുകൾ, പർവ്വതങ്ങൾ, മരുഭൂമികൾ, വനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നത് ഫോസിലുകൾ കൊണ്ടാണ്, അല്ലെ? അതുപോലെ വിദൂര ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന ഭൗമശാസ്ത്രപരവും കാലാവസ്ഥപരമായിട്ടുള്ള മാറ്റങ്ങളുടെ ചിത്രം കിട്ടാൻ, അത് പണ്ടത്തെ യുഗത്തിലുണ്ടായിരുന്ന പല മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഫോസിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ചില ഫോസിലുകൾ 2 ടാക്സോണിക് ഗ്രൂപ്പുകളുടെ ബന്ധം കണ്ടെത്താൻ സഹായിക്കും. 2 തരം ടാക്സോണിക് ഗ്രൂപ്പുമായിട്ട് എന്ത് ബന്ധം എന്ന് കണ്ടെത്താൻ ഫോസിലൂടെ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് ആർക്കിയോടെറിക്സ്. നമുക്കറിയാം ഫോസിൽ ബേഡ് എന്നാണ് അറിയപ്പെടുന്നത്. റെപ്റ്റൈൽസ് നിന്നാണ് ബേഡ്സ് ഉണ്ടായെന്നുള്ള തെളിവ് തരുന്നത്. അപ്പൊ ഉരകങ്ങളും പക്ഷികളും തമ്മിലുള്ള ബന്ധവും ഉരകത്തു നിന്നാണ് പക്ഷികൾ ഉണ്ടായെന്നുള്ള തെളിവ് നൽകുന്നത് ഈ ഒരു ഫോസിൽസിനാണ്. ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ ഏതാണ്? സ്ട്രമാറ്റോലൈറ്റുകൾ, അതായത് സൂക്ഷ്മജീവികളായ സയാനോലൈറ്റുകളുടെ ഫോസിലുകളാണ്. ഏകദേശം 3.48 ബില്യൺ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കം ചെന്ന മൃഗത്തിന്റെ, അനിമലിന്റെ ഫോസിൽ എന്ന് പറയുന്നത് ഡിക്കിൻസോണിയ ജീനസിൽപ്പെട്ടവയാണ്. ഏകദേശം 558 ദശലക്ഷം പഴക്കമുള്ള ഒരു അനിമൽ ഫോസിലാണിത്. വടക്ക് പടിഞ്ഞാറ് റഷ്യയുടെ മേഖലകളിൽ നിന്നാണ്, വൈറ്റ് സീ മേഖലകളിൽ നിന്നാണ് ഈ ഫോസിലുകൾ കണ്ടെത്തിയത്. ഇത് ഏകദേശം 600 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഇഡിയാഗരൻ ബയോട്ടയുടെ ഭാഗമായിട്ടുണ്ടായ ഫോസിൽ നിന്നാണ് കണക്കാക്കുന്നത്. മധ്യകാല ഇന്ത്യയിലെ ചിത്രകൂടത്തു നിന്ന് കിട്ടിയ 1.6 ബില്യൺ പഴക്കമുള്ള ചുവന്ന ആളുകൾ, റെഡ് ആളുകളുടെ ഫോസിലുകളാണ് ഇതുവരെ കണ്ടെത്തിയുള്ള ഏറ്റവും പഴക്കം ചെന്ന സസ്യ ഫോസിലുകൾ. ഒരു പ്ലാന്റിന്റെ ഫോസിൽ ഏറ്റവും പഴക്കം ചെന്നത് ഇന്ത്യയുടെ ചിത്രകൂടത്തു നിന്ന് കിട്ടിയ റെഡ് ആളുകളുടെ ഫോസിലുകളാണ്. അവശിഷ്ട പാറകളിൽ കാണപ്പെടുന്ന ഈ ഫോസിലുകൾ വളരെ നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് യൂക്കാരിയോട്ട് ആയിരുന്നെന്നും പ്രകാശ സംശ്ലേഷണ കഴിവുണ്ടായിരുന്നൊക്കെ ഇതിന്റെ സെല്ലിന്റെ സ്ട്രക്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സങ്കീർണമായ ബഹുകോശ ജീവികളുടെ പരിണാമത്തിന് ഈ ഒരു ഫോസിൽ സഹായത്താൽ ആ സമയക്രമത്തെ കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫോസിൽസിനെ കുറിച്ചും ഫോസിലിന്റെ ടൈപ്പുകളെ കുറിച്ചും ആ ഫോസിൽ ഡേറ്റിങ്ങിനെ കുറിച്ചും ഇമ്പോർട്ടൻസ് ഓഫ് ഫോസിലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശരി.